അതൊക്കെ നമുക്ക് പ്രധാനം തന്നെയായിരുന്നു. ഈ മനുഷ്യനാണ് അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ തിരക്കുകളിലേക്കൊന്നും ഓടാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മനുഷ്യർക്ക് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. അത് ഏതൊരു മനുഷ്യനായിരുന്നത് വേണ്ടത് ടൈമല്ല, ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, സാന്നിധ്യമാണ്. നമ്മളിങ്ങനെ രണ്ടാളും അടുത്തിരിക്കുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. 10 കാര്യങ്ങൾ പറഞ്ഞ 8 കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ആകെ 2 കാര്യങ്ങളെ കേട്ടിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെയും എന്താ പറഞ്ഞു ഇരിക്കുന്നുണ്ടാവും. കാരണം ഞാനവിടെ ഉണ്ട്, എന്റെ ശരീരം അവിടെ ഉണ്ട്, പക്ഷെ എന്റെ സാന്നിധ്യം അവിടെ അല്ല. ഇംഗ്ലീഷിലെ സാന്നിധ്യത്തിനും സമ്മാനത്തിനും ഒരേ വേർഡാണെന്ന് അറിയാമല്ലേ? എന്താണ് പ്രസംഗം? ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസംഗം കൊടുക്കുക എന്നറിയാം. ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് ഒരാൾ പ്രസന്റ് ആവുക എന്ന് പറയാം. അതിന്റെ കാരണത്തിലേ ഉള്ളൂ. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താ പറയുന്നത്? സാന്നിധ്യം. നമ്മുടെ മുമ്പ് ഏതൊരു പ്രസംഗത്തിൽ പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഒന്നുകൂടെ പറയണമെന്ന് തോന്നുന്നത്. നമ്മുടെ മോന് 9 വയസ്സായിരുന്നു. ഇവന് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവർ കയറി വരലുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് വന്നിട്ട് എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് കിടക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മളെന്തെങ്കിലും തിരക്കിട്ട് ജോലിയൊക്കെ ആണെങ്കിൽ അവനോട് പറയും, മോൻ പോയി കിടന്നോ, അപ്പ വരാം പറയും. അവനെന്താ അറിയാം നമ്മൾ ചെല്ലുമല്ലോ. നമ്മൾ ചെല്ലുമ്പോഴേ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാറേ ഇല്ല. അവൻ എപ്പോഴാണോ വന്നിട്ട് വിളിക്കുന്നത് അപ്പൊ അവന്റെ കൂടെ പോകും. കാരണം എന്താ പറയുന്നത്? ഒറ്റ കാര്യം ആലോചിച്ചതാണ്. കുറെ കാലം കഴിഞ്ഞാണ് നമുക്ക് ഈ തിരക്കൊക്കെ തീരും അല്ലെ? ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വടിയും കുത്തി വരുന്ന സമയത്ത് ആ മോനുണ്ടാവും അവിടെ ലാപ്ടോപ്പിന്റെ മുമ്പിലൊക്കെ ഇരിക്കണം. അപ്പൊ അവനോട് വന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്, മോനെ അപ്പന്റെ കൂടെ കുറച്ച് നേരം കിടക്കുവോ? കുറച്ചു നേരം കിടന്നാൽ മതി, അപ്പോഴേക്കും അപ്പൊ ഉറങ്ങിക്കോളാം എന്ന് നമ്മൾ അവനോട് ചോദിക്കുമ്പോ അവൻ അന്ന് നമുക്ക് തരുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇന്ന് നമ്മൾ കൊടുക്കണം. എന്നാലേ ആ മറുപടി അവൻ അന്ന് തരുള്ളൂ. ഇതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഏത് തിരക്കിനിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തിയേ പറ്റും. അത്രയേറെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പറ്റിയെങ്കിൽ 2 ഫോൺ വേണം. ഒന്ന് നമ്മുടെ കുടുംബത്തിനാണ്. ഏത് സമയവും അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കും. പ്രായമേറിയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങളുടെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ? നിങ്ങളുടെ ചിറക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം, കാരുണ്യത്തില്ല. ഇതൊരു വാക്കാണ്, കവിത പോലെ മനോഹരമാണ്. നിങ്ങളുടെ ചിറക് അവർക്ക് വേണ്ടി ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാല് അവരത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടാൻ പാടില്ല. നമ്മൾ അവർക്ക് അവൈലബിൾ ആകണം എന്നാണ് എന്റെ അർത്ഥം. അതേപോലെ തന്നെയാണ് ഇത്. നമ്മുടെ ബന്ധങ്ങൾക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ അർത്ഥത്തിലൊന്നല്ല നമ്മുടെ ബന്ധങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടില്ല. ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ ഫ്രീ ആവണം. എന്നാൽ തന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ മനോഹരമായിരിക്കും. ഉറങ്ങുന്നതിന്റെ അത് ശാസ്ത്രവാദിയാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കിനെ തന്നെ അത് ബാധിക്കും. ഡീപ്പായ നല്ല ഉറക്കുപോലും നമുക്ക് കിട്ടില്ല, ഡീപ്പായ നല്ല ബന്ധങ്ങളും കിട്ടില്ല അല്ലെ? ക്വാളിറ്റി ടൈം ഏറ്റവും കൂടുതൽ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അയാളുടെ ബന്ധങ്ങൾ അയാളുടെ അടുത്തേക്ക് വരും. കാരണം നമ്മൾ ഇതിലിങ്ങനെ തൊട്ട് തോണ്ടി തലോടിക്കൊണ്ടിരിക്കുകയാണ്. ലളിത പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും കുറെ മനുഷ്യന്മാരെ നമുക്ക് തന്നത് ടു ബി ലവ്ഡ്, സ്നേഹിക്കുവാനാണ്. നമ്മുടെ കൂടെ കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉപകരണങ്ങളൊക്കെ തന്നത് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കാനാണ്. ഉപയോഗിച്ചിട്ട് അത് അവസാനിപ്പിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നേരെ തിരിച്ചാണ്. ഉപകരണങ്ങളാണ് സ്നേഹിക്കുന്നത്. എന്തായിരുന്നാലും മനുഷ്യന്മാർക്ക് നമ്മള് അവരെ ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കിയാണ്. ടു ബി യൂസ്ഡ് മനുഷ്യന്മാരാകുന്നു, ടു ബി ലവ്ഡ് ഉപകരണങ്ങളും ആകുന്നു. ഇത് ചെറിയ ദുരന്തമല്ല. ഇതിനെ ഒരാൾക്ക് എത്ര ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ഭംഗിയാവും കാര്യങ്ങൾ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അറിയോ? തുടങ്ങാനുള്ളതുപോലെ അവസാനിപ്പിക്കാൻ ഒരു സമയം കണ്ടെത്തി. നമ്മളിത് ആരംഭിക്കാനൊരു സമയം ഉണ്ടാവില്ല. അതേപോലെ ഈ സമയത്ത് ഞാനിത് അവസാനിപ്പിക്കും എന്നുകൂടി ഒരു നിശ്ചയം ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് തുടങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവസാനിപ്പിക്കൽ അല്ലെ അനിയന്ത്രിതമായി നീണ്ടുപോവുക ചെയ്യും. പറഞ്ഞത് ഇതാണ്.
ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യം നല്ലത്, അത് അവരുടെ അവകാശമാണ്. അത് നമ്മുടെ മക്കളുടെ കൂടെയുള്ള മനുഷ്യരുടെ ഒക്കെ അവകാശമാണത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനെന്താണ് പരിഹാരം? അദ്ദേഹം ആലോചിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ഉമ്മ മരിച്ചുപോയി. നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വാപ്പയും മരിച്ചുപോയി. ആണോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ലോണം പ്രാർത്ഥിക്കൂ, എന്നിട്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യൂ. അതേ ഇത് പറയാനുള്ളത്. അദ്ദേഹത്തോട് പോയി കഴിഞ്ഞതിന് ശേഷം സഹാബികൾ ചോദിച്ചു, അതെന്താ, ഒരുപാട് പാപങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച മനുഷ്യനോട് വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ ചവിട്ടുന്നിടത്ത് ചവിട്ടുന്ന സ്വഹാബിയാണ്. അത്രയേറെ റസൂലിന്റെ പ്രിയപ്പെട്ടവനാണ്. ആ സ്വഹാബി പറയാണ്, അതെന്താ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? നമ്മുടെ ഉമ്മനെ ഉപ്പനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു. ക്വാളിറ്റി ടൈമാണത്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് ഉമ്മനെ കൊണ്ടുപോവുക, ഉമ്മാക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, ഉമ്മ ഇങ്ങനെ തൊടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോവുക. ഇതൊക്കെയാണ് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ആഴത്തിൽ ആലോചിച്ചാൽ എന്താണ്? ഉമ്മാക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല സമയമാണത്. അടുത്തൊരാൾ ഉണ്ടാവുമ്പോഴല്ല, അങ്ങനെ ഒരാളുണ്ടല്ലോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങൾ മനോഹരമാണ്. ഞാനൊരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊരു ചോദ്യങ്ങൾ ഉയരുന്നത് അതുകൊണ്ടാണ്. ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ ശ്രദ്ധയുടെ ആഴം പതുക്കെ പതുക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങുമ്പോഴാണ് അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിനടുത്തൊരു നിക്കാഹിന് പങ്കെടുക്കാൻ വേണ്ടി പോയത്. നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ വന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അജയ് രാഘവൻ എന്നാണ്, ഒരു മാഷാണ്. അപ്പൊ അദ്ദേഹം വന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് കുറേ ഞങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല സൈസുള്ള ആളാണ്. പിന്നെ ആകെ ചെയ്യാവുന്ന കാര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടു. അപ്പൊ അദ്ദേഹം നമ്മുടെ കയ്യിൽ തൊട്ടു. ഇങ്ങനെ 3 കൈകൾ, അദ്ദേഹത്തിന്റെ കൈ, നമ്മുടെ കൈ, പിന്നെ അദ്ദേഹത്തിന്റെ കൈ, ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തൊട്ടിട്ടാണ് ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തന്നെ. ആ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ച ഞങ്ങളുടെ ഒന്നും മുഖങ്ങളായിരുന്നില്ല, ആ കൈകളെ. ഇത് മനുഷ്യനെ ഇങ്ങനെ തൊടുമ്പോ അവിടെ ചെറുതല്ലാത്ത പലതും സംഭവിക്കുന്നുണ്ട്. ഒരു തിരക്ക് പിടിച്ച റോഡിന് അരികിൽ ഒരു വീടുണ്ട്. അവിടെ ചെറിയ മോനുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ഉള്ളത് റോട്ടിലേക്ക് ഓടും. പല സമയത്തും അവന് ചെറിയ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്, കാരണം അത്രയും തിരക്കുള്ള റോഡാണ്. ഇവൻ ഇങ്ങനെ ഒരു കുസൃതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവന്റെ ഉമ്മ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ അവൻ എപ്പോഴാ ഓടുന്നത് എന്ന് വളരെ ഒബ്സർവ് ചെയ്തിരിക്കും. ഓടുന്നത് കണ്ടാൽ ഓടി ചെന്ന് ആ ഉമ്മ അവനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവന് കുറച്ചൊക്കെ വലിയ കുട്ടിയായി. ഒരു ദിവസം ഉമ്മ അവനോട് ചോദിച്ചു, മോനെ ഓർമ്മയുണ്ടോ റോട്ടിലേക്ക് ഓടിയത്? എന്റെ മനസ്സിൽ തീയായിരുന്നു, യാതൊരു സമാധാനം എനിക്ക് ഉണ്ടായിരുന്നില്ല. മോൻ അറിയില്ല റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്ന്. ആ പിന്നെ എന്തിനാ ഓടിയത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അവൻ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്നേ. എന്നിട്ട് ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് അറിയായിരുന്നു റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്നൊക്കെ. പിന്നെ ഞാൻ ഓടിയത് എന്തിനാണെന്നറിയോ? ഉമ്മനെ കെട്ടിപ്പിടിക്കാനായിരുന്നു. ഉമ്മനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. ഉമ്മ ഓരോ ജോലികളുടെ തിരക്കിനിടയിൽ അത് മറക്കുമല്ലോ. അപ്പൊ ഉമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് ഓടിയിരുന്നത്. ആ കുട്ടി ഉണ്ടല്ലോ, ഒരു കാലത്ത് നമ്മുടെ ഉള്ളില് ആ കുട്ടി മുതിർന്ന കുട്ടിയാവൂല. അങ്ങനെ ഒരു കുട്ടി ഇല്ലാത്ത ഒരാളും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു കുട്ടി ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്
ആരെങ്കിലും ഒന്ന് സാരല്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ പോട്ടടാ എന്നൊരൊറ്റ വാക്കിന്റെ തണുപ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ചേർത്ത് പിടിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ. അത് മനുഷ്യന്മാർക്ക് വേണ്ടത് എത്രയേ ഉള്ളൂ. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്വീകരിക്കുകയും ആ മനുഷ്യന്റെ വേദനകളിലും ആനന്ദങ്ങളിലും ദുഃഖങ്ങളിലും പരിഭവങ്ങളിലും ആ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരാളെ തേടാത്തൊരു മനുഷ്യനുമില്ല. ഈ ബന്ധങ്ങളൊക്കെ പഠിച്ചോ നമുക്ക് തന്നത് അതിനാണ്. നമ്മുടെ അരികത്തുള്ള മനുഷ്യൻ അത്രമേൽ പ്രധാനവുമാണ്. റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കഥ വായിച്ചത് ഓർമ്മയുണ്ട്. വയലില് ജോലി ചെയ്യുന്ന ഒരു പാവ അമ്മയാണ്. ആ അമ്മയ്ക്ക് ഒരു ചെറിയ മോനുണ്ട്. ഈ മോനെ കൊണ്ടാണ് പാടത്തേക്ക് ജോലിക്ക് പോവുക. ഒരു ദിവസം മോനെ ഇങ്ങനെ വരമ്പത്ത് കിടത്തിയിട്ട് ഉറക്കിയതിനു ശേഷം അമ്മ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ചില അത്യാവശ്യങ്ങൾക്ക് അമ്മയ്ക്ക് കുറച്ച് ദൂരേക്ക് പോകേണ്ടി വന്നു. ഈ കുട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അമ്മയെ കാണാനില്ല, ഉറക്കൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ ആളുകളെ കൂടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മ ആരാണ്? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അമ്മ. അമ്മയെ കാണാൻ എങ്ങനെയാണ്? അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ്. അല്ല, അമ്മ എങ്ങനെയാണ്? അമ്മ ഏറ്റവും നല്ല മിടുക്കിയുമാണ്. ഏറ്റവും നല്ല മിടുക്കി, ഏറ്റവും നല്ല സുന്ദരിയാണ് അവന്റെ അമ്മ. കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവരുടെ സൗന്ദര്യ സങ്കല്പപ്രകാരം യാതൊരു ഭംഗിയില്ലാത്തൊരു സ്ത്രീയായിരുന്നു. അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കൊന്നും അനുസൃതമല്ലാത്ത, അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഒന്നും യോജിക്കാത്തൊരു സ്ത്രീയായിരുന്നു ആ വന്ന സ്ത്രീ. പക്ഷെ ആ കുട്ടിയുടെ കണ്ടിലോ ലോകത്തിൽ ഏറ്റവും സുന്ദരിയായിരുന്നു. ഭ്രാന്തനും കാണാൻ ഒരു ഭംഗിയുമില്ലാത്ത മജ്നുവിനെയാണോ നീ പ്രേമിക്കുന്നത് എന്ന് ലൈലയോട് ചോദിച്ചപ്പോൾ ലൈല അതിന് കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്. മജ്നുവിന്റെ സൗന്ദര്യം കാണുന്നെങ്കിൽ ലൈലയുടെ കണ്ണു വെച്ചിട്ട് നോക്കണം. അല്ലെ, ഏതൊരു ബന്ധവും മനോഹരാകുന്ന എപ്പോഴാണെന്നറിയോ? ആ മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ സ്നേഹിക്കണം. അത്രമേൽ അഗാധമായ സ്നേഹം മനുഷ്യന് കിട്ടിയാല് പിന്നെ ഒന്നും വേണ്ടിയല്ല മനുഷ്യൻ. അതിനാണ് പഠിച്ചത് നമ്മൾക്ക് ബന്ധങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ആ അർത്ഥത്തില് ബന്ധങ്ങളെ ഒരാൾ മനോഹരമാക്കുക എന്നുള്ളതാണ് പഠിച്ചോ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ്. രണ്ടു തരം ബന്ധങ്ങളുണ്ട് മനുഷ്യന്, അല്ലെ? ഒന്ന് രക്തബന്ധങ്ങളാണ്. രക്തബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നതല്ല, പഠിച്ചോന്റെ സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോ തന്നെ ഉണ്ടാവും നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ. പിന്നുള്ളത് വ്യക്തിബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾ അടക്കമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. അത് പിന്നീട് നമുക്ക് ഉണ്ടായിത്തീരുന്നതാണ്. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു ബന്ധമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, അല്ലെ? രക്തബന്ധമാണോ എന്ന് വെച്ചാൽ അല്ല. വ്യക്തിബന്ധം, കുടുംബബന്ധം അങ്ങനെ വല്ലതും ആണോ എന്ന് വെച്ചാൽ അതുമല്ലെന്ന് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അഗാധമാണ് ആ ബന്ധം, ആഴമുള്ളതാണ് ആ ബന്ധം. അതാണ് എന്ത് വിവാഹബന്ധം എന്ന് പറയുന്നത്, അല്ലേ? രക്തബന്ധമാണോ? അല്ല. എന്നാ കേവലമായ വ്യക്തിബന്ധവും കുടുംബബന്ധം എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അത്രയും പറഞ്ഞാൽ പോരാ. അതിനേക്കാളൊക്കെ അഗാധമാണ്, ആഴമുള്ളതാണ്. നമ്മുടെ ഉമ്മ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെ? നമ്മുടെ വാപ്പ കടന്നു വരാൻ പാടില്ലാത്ത ചില നിമിഷങ്ങളുണ്ട്. കാണാൻ പാടില്ലാത്ത ചില സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് കാണാനോ വരാനോ പ്രവേശിക്കാനോ കേൾക്കാനോ ഒന്നും യാതൊന്നിനും തടസ്സമില്ല. അയാൾ കുപ്പായം പോലെയാണെന്നാണ് ഉടൻ തന്നെ പറഞ്ഞത്, വസ്ത്രം പോലെയാണെന്നാണ് പറഞ്ഞത്, അല്ലെ? ഇത്ര സുന്ദരമായൊരു മെറ്റാഫറാണ് അത്. അപേക്ഷിച്ചു ഉന്ന ലിബാസുല്ലക്കും ആനത്തുൽ ലിബാസുല്ലവനാണ്. ഉടുപ്പാണ് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാളും. അത്ര ഭംഗിയുള്ള ഒരു ഉപമയാണത് എന്ന് അന്വേഷിച്ചു. എന്തിനാ വസ്ത്രം? ഭംഗിയാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അതനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ സുരക്ഷിതത്വമാണ്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആളാണ് വസ്ത്രം. ഭംഗിയാണ് വസ്ത്രം. അതൊക്കെ പോട്ടെ, വസ്ത്രം കാണാത്തൊരു രഹസ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, അല്ലെ? കാരണം മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്ന വസ്ത്രം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വസ്ത്രത്തിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ വല്ലതും ഉണ്ടാവും. അതാ വെറുതെ പറഞ്ഞതല്ലത്. 2019 അതിന് വ്യാഖ്യാനങ്ങളുണ്ട്, അല്ല? ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ സാധ്യവുമാണ്. അത്രമേൽ മനോഹരമായ ഉപമയാണ് ഖുർആൻ വസ്ത്രം എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചത്. പരസ്പരം മറച്ചു വെക്കാനൊന്നുമില്ല, പറയാത്തതും പങ്കുവെക്കാത്തതായിട്ടൊന്നുമില്ല, ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ല. അവൾ അറിയാത്തൊരു പാസ്വേഡ് ഇല്ല, അവൻ അറിയാത്തൊരു ലോക്ക് വേറില്ല, അവൾ അറിയാത്തൊരു അക്കൗണ്ട് എനിക്ക് വേറില്ല.
ഇതാണ് ലിബാസ് എന്ന് പറയുന്നത്. ചെറിയ കാര്യമില്ലത് അല്ലേ? ഇതാണ് ഒന്നാമത് പറയുന്നത്. ഇതാണ് ഒന്നാമത്. സൗജ എന്നൊക്കെയാണ് ഖുർആൻ ഭാര്യ ഭർത്താവിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ പ്രയോഗം തന്നെ മനോഹരമായ ഒരു പ്രയോഗമാണ് അല്ലെ? ഭാര്യ എന്നും ഭർത്താവ് എന്നും അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട്. പക്ഷെ ഖുർആൻ അതല്ല ഉപയോഗിച്ചത്. ഇണയും തുണയും എന്നാണ് പറയുന്നത്. അസുവാജ് എന്ന് പറഞ്ഞാൽ ഇണയും തുണയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഇണയും തുണയുണ്ട്. സസ്യങ്ങളിലുണ്ട്, മരങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്, ജന്തുക്കളിലുണ്ട്, ഒക്കെ ഇണയും തുണയുണ്ട്. അവിടെ നിന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മനുഷ്യന്റെ ബന്ധങ്ങളിൽ ആരും കുഴപ്പമില്ല. മറ്റേ കാരണമേ ഉള്ളൂ. ഒന്ന് ഭാര്യയും മറ്റേ ഭർത്താവും. ഒന്നാവാന്നൊക്കെ നമ്മൾ പറയും. ഒന്നാവാന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേയാളെ വിഴുകലൊന്നുമല്ല, ഇങ്ങനെ ചേർന്ന് നിൽക്കലാണ്. ഒരാൾ മറ്റേയാൾക്ക് സപ്പോർട്ടാവലാണ്. അതിനെന്താ വേണ്ടത്? അതിന് അയാൾ എങ്ങനെയാണോ അങ്ങനെയാണോ സ്വീകരിക്കണം. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ? ഞാൻ നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും പ്രണയിക്കുന്നു എന്ന് പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതിന് അയാൾ അത്രമേൽ ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ സുഹൃത്തിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടി വന്നു. അപ്പോ ഞായറാഴ്ചയാണ്, അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോഴിക്കോടാണ് ഉള്ളത്. JDTയുടെ അടുത്ത ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പൊ എന്തിനാണ് അദ്ദേഹം അവിടെ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എപ്പോ വന്നാൽ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു രാവിലെ ഒരു 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞ് അങ്ങോട്ട് ചെന്ന് അദ്ദേഹം അവിടെ പഠിക്കണോ പഠിപ്പിക്കണോ എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ചെന്ന നേരത്ത് അതിന്റെ വരാന്തയിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്. മുലകുടി മാറാത്ത കുഞ്ഞിനെയും കൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വരാന്തയിലൂടെ 6 ദിവസവും തിരക്കിട്ട ജോലിയുള്ള ആ മനുഷ്യൻ 7-ാം ദിവസം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്തിനാ ഇറങ്ങിയതെന്നറിയോ? അയാളുടെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. അതിന് അവളുടെ കൂടെ വന്നതാണ്. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കാനുണ്ടായതുകൊണ്ട് അദ്ദേഹം ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കാണ് വരാന്തയിൽ. ഇതിന്റെയൊക്കെ പേരാണ് പ്രണയം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കുറെ വാക്കുകളുടെ ഒന്നും പേരുള്ളത്. നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും ഞാൻ പ്രണയിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തെ സംബന്ധിച്ച് പല വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ പ്രായത്തിലാണ്. യാതൊരു സംശയവും അതിലില്ല അല്ലെ? അങ്ങനെ ചെറിയ പ്രായത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടി പിന്നെ ആരായി തീർന്നു അറിയില്ല. ആ ചരിത്രം ഇതിഹാസ തുല്യമായ ചരിത്രമാണ്. സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയിട്ടുള്ള ഹദ്റത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ആരാണ് ആയിഷ ബീവി. നിമിഷ കവയത്രിയായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് അത്യുജ്വലമായ കവിതകൾ എഴുതാൻ കഴിയുന്ന പ്രതിഭാശാലിയായിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഗുരുനാഥയായിരുന്നു. 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പണ്ഡിതയായിരുന്നു. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, അതിന്റെ വാക്കുകളടക്കം തെറ്റാതെ പറയും വിധമുള്ള ഓർമ്മശക്തിയുള്ളവർക്ക് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ് ആയിഷ ബീവി പറയുന്നത്. വലിയൊരു ഗുരുനാഥയായിരുന്നു, ഒരു മുഫ്തിയായിരുന്നു, കവയത്രിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ആയിത്തീരുകയായിരുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ചിറകിന്റെ ചോട്ടില് റസൂലുള്ളാഹിനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഒരു മനുഷ്യന് വളരാനുള്ള എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും റസൂലുള്ളാഹി ഒരുക്കി കൊടുക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര പഠിക്കാൻ കഴിയും അത്രയും ഉയർച്ചയിലേക്ക് പഠിക്കാനുള്ള അവസരങ്ങളുടെ ആകാശം തുറന്നു കൊടുക്കുകയായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെയാണ് സ്നേഹം. ഒരു മനുഷ്യന് ഓർമ്മിക്കാവുന്ന വിധത്തില് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാവണം. ഏത് നിമിഷം ഈ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നാലും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് ഓർക്കാൻ നല്ല അനുഭവങ്ങൾ ബാക്കിയുണ്ടാവും. അറിയോ? ബാക്കിയുള്ളത് മറന്നുപോകും മനുഷ്യൻ. അനുഭവങ്ങൾ ഉണ്ടല്ലോ, നമ്മളെ കൊടുത്ത ഇമോഷൻസ് ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ മനസ്സിൽ ബാക്കിയുണ്ടാവും. നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകും. ഈ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വരുന്നത് ആ തരത്തിൽ അയാൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നും സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു അറിവാണ്. ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, ഒറ്റ ആള് മതി അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ.
അല്ല, ഒറ്റ ആള് മതി അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിക്കും. ജപ്പാനിലെ ഒരു പാട്ടുകാരനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഒരു ഹോട്ടലിൽ പാട്ട് പാടുന്ന ആളാണ്. അദ്ദേഹം കാടിനെ കുറിച്ചും കടലിനെ കുറിച്ചും കരയെ കുറിച്ചും ഒക്കെ പാടുമ്പോ മുന്നിൽ ഒരാളിരുന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ കാണുന്നുണ്ട് ആ കടൽ, ഞാൻ കേൾക്കുന്നുണ്ട് ആ കാടിന്റെ ശബ്ദം, ഞാൻ കാണുന്നുണ്ട് ആ പുഴയുടെ ഓളങ്ങൾ എന്നൊക്കെ ഇയാൾ പാടുന്നതിനനുസരിച്ച് അയാൾ ഇങ്ങനെ പറയും. ഒരു ദിവസം അയാൾ മരിച്ചുപോയി. ഈ പാട്ടുകാരൻ അന്ന് അയാളുടെ വീണ പൊട്ടിച്ച് പാട്ട് നിർത്തി. കാരണം അത്രയും കാലം അദ്ദേഹം പാടിയത് ആ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു, വേറെ ആർക്കും വേണ്ടിയിട്ടായിരുന്നു. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും അങ്ങനെ. നമ്മളൊരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നത് പോലും ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരാളുണ്ടല്ലോ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളായി നമ്മുടെ ജീവിതത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഒരാളായി ഒരാളുടെ ജീവിതത്തിലെങ്കിലും നമ്മൾ ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ബന്ധങ്ങളൊക്കെ മനോഹരവും. കാരണം എന്താന്ന് പറയാ, നിങ്ങൾ പഠിച്ചോ നമുക്ക് തന്ന ഈ ബന്ധങ്ങളാണ് ജീവിതത്തിലെ സത്യം എന്ന് പറയുന്നത്. നമ്മളെ കൊതിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ചുറ്റുണ്ടാവും. പക്ഷെ അതൊക്കെ മായയാണ്, അതൊക്കെ കാക്കപ്പെണ്ണാണ്. തനിത്തങ്കമായി നമ്മുടെ കൂടെയുള്ള കുറച്ച് മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ ഇങ്ങനെ വിടാതെ ചേർത്ത് നിർത്തുകയും സ്നേഹദാരിദ്ര്യം ആ മനുഷ്യർ അനുഭവിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കപ്പിളായിട്ട് വന്ന എത്ര ആളുകളുണ്ടെന്നൊന്ന് കൈകൊടുക്കും അല്ലെ? ഭാര്യയും ഭർത്താവ് വന്ന ആളുകൾ അതാണ് കൂടുതൽ അല്ലേ? തനിച്ചു വന്ന പുരുഷന്മാർ എത്ര പേരുണ്ട്? ഭാര്യ ഇല്ലാതെ വന്ന് സ്ത്രീകൾ എത്ര പേരുണ്ടാവും? അവരും കുറച്ച് പേരുണ്ട് അല്ലേ? എന്തായാലും ആ വിഷയം തന്നെയല്ലേ നമുക്ക് പറയാൻ. ഞാനതാണ് ഉദ്ദേശിച്ചത്. തുകത എന്നുള്ള നമ്മുടെ ഒരു ആശയം അതായിരുന്നു. കാരണം നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം അതാണെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഇടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഇടങ്ങൾ, പറയണ ഞാനാവട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മൊബൈൽ ഫോൺ കൊണ്ട് ദൂരെയുള്ള ആളുകളെ അടുപ്പിക്കാൻ കഴിയും, പക്ഷെ അടുത്തുള്ള ആളുകളെ അകറ്റാനും കഴിയും അല്ലേ? ദൂരെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള ആളോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ ചുറ്റുപാടിലില്ല. അത് കുറച്ചുകൂടി ഇളം ചൂടുള്ള മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ നമ്മൾ ഒന്നുകൂടി പാകപ്പെടേണ്ടതുണ്ടെന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് പരിഭ്രമിച്ച് ഭയന്ന് ഓടിപ്പോയത് എങ്ങോട്ടാണ്? ചെറുപ്പകാലം മുതൽ കണ്ട അബൂബക്കർ സിദ്ദീഖൊക്കെ നാട്ടിലുണ്ട് അല്ലെ? പക്ഷെ അങ്ങോട്ടൊന്നുമല്ലോ ഓടിയത്. പിന്നെ 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിന്റെ ചൂടിലേക്കാണ് റസൂൽ ഓടിയത്. ഇതാണ് ഈ ഇണ എന്ന് പറയുന്നത്. വെറുതെ പറയുന്ന വാക്കൊന്നുമല്ലോ. സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിട്ട് റസൂലിനെ ഓടി വരുന്നത്. സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതപ്പിക്കൂ പുതപ്പിക്കൂ എന്നാണ്. ഒരു ശീലകഷ്ണം കൊണ്ട് പുതപ്പിക്കൂ എന്നല്ല. അതിനാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഓടായിരുന്നു. എല്ലാ വീട്ടിലും ശീലാകൃഷ്ണം ഉണ്ടല്ലോ. പിന്നെ ഖദീജയോട് റസൂൽ പുതപ്പിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ പുതപ്പിക്കൂ. അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നൊന്ന് കെട്ടിപ്പിടിക്കൂ എന്റെ ഖദീജ എന്നാണ് പറയുന്നത്. വിഷമങ്ങളിൽ മനുഷ്യർ കൂടെ ആളുകൾ. സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവര് സങ്കടങ്ങളെയാണ് വിജയങ്ങളെക്കാൾ സൂക്ഷ്മമായി നോക്കുക. ഒരു പുരുഷന്റെ സങ്കടങ്ങളിൽ അവർ കൂടെ നോക്കും. ഏതൊരു ചരിത്ര പുരുഷനെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരുടെ വിജയങ്ങളുടെ കൂടെ പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു, പരാജയങ്ങളിൽ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിന്റെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ മതി അല്ലെ? ആ മനുഷ്യന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് ആജ്ഞാപിച്ചാൽ അനുസരിക്കുവാൻ ലക്ഷക്കണക്കിന് മനുഷ്യർ അയാളുടെ ഒരു ചൂണ്ടുവിരലിന്റെ അനക്കം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യന്റെ വേദനകളിൽ അവസാന നിമിഷങ്ങളിൽ കൂടെയുള്ളത് ഇവാ ബ്രൗൺ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവൾക്ക് മനസ്സിലായി ഇത്രയും വലിയ മനുഷ്യന് നല്ല ചങ്ങാതി പോലും ഇല്ല. ആ മനുഷ്യന്റെ ഒറ്റപ്പെടലിന്റെ നിസ്സഹായതയെ ആ പെൺകുട്ടിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ദസ്തോവ്സ്കിയുടെ ചരിത്രം പറയുന്നിടത്ത് ഒരു അന്നയുണ്ട് അല്ലെ? പോട്ടെ, ഹാജറ ബീവി എന്ന് പറഞ്ഞൊരു വലിയ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചെറിയ ആളാണോ? ചരിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളാണ്, ചരിത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളല്ല ഹാജറ ബീവി എന്ന് പറയുന്നത്.
ഒരു അടിമ സ്ത്രീയായിരുന്നവര്. ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ പോയവൾ എന്നാണ്, അത്രയുള്ളൂ. അതവരുടെ പേരല്ല എന്നാണ് പറയുന്നത്. ബൈബിളിൽ ആഗർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹദീസിലൊക്കെ അവരെ കുറിച്ച് പറയുന്നത് ഉമ്മു ഇസ്മായിൽ എന്നാണ്, ഇസ്മായിലിന്റെ ഉമ്മ. അതെന്തുകൊണ്ടാണ് ഇസ്മായിലിന്റെ ഉമ്മയ്ക്ക് പേരില്ല? കാരണം അവരൊരു അടിമ സ്ത്രീയായിരുന്നു. അടിമകൾക്ക് പേരുണ്ടാവില്ല. യജമാനൻ എന്താണ് പറയുന്നത് അതാണ് പേര്. യജമാനൻ എന്താണോ കൊടുക്കുന്നത് അതാണ് ഭക്ഷണം. യജമാനൻ എന്താണ് സമ്മാനിക്കുന്നത് അതാണ് വസ്ത്രം. സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഇല്ലാത്ത ആളുകളായിരുന്നു അടിമകള്. അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു ഹാജിറ ബീവി. അവരിപ്പോ ആരാണ്? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അത് ചിഹ്നങ്ങളായി മാറിയത് എന്തുകൊണ്ടാണ്? അവിടെ ആരാണ് കയറി നിന്നത്? ഒരു ഉമ്മയാണ് കയറി നിന്നത്, അല്ലെ? പാലില്ലായിരുന്നു ആ ഉമ്മയ്ക്ക്. വെള്ളം അന്വേഷിച്ചിട്ടാണല്ലോ ഓടിയത്. എന്തേ ആ ഉമ്മയ്ക്ക് പാലില്ലായിരുന്നോ? മുലപ്പാലില്ലായിരുന്നോ? പറ്റിപ്പോയിരുന്നോ? അത്രയും വലിയ ചൂടിലാണ്. സ്വന്തം കുഞ്ഞിന് വേണ്ടി വെള്ളം അന്വേഷിച്ചൊരു ഉമ്മ ആ മലയിടുക്കുകളിലൂടെ ഓടിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് സഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണ്. അള്ള കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം, അല്ലെ? സൗദി അറേബ്യയുടെ രാജാവാണ് ഹജ്ജിനും ഉംറയ്ക്കും വരുന്നതെങ്കിലും സഫയിലൂടെയും മറുവയിലൂടെയും ഇങ്ങനെ ഓടണം. ഒരു പ്രത്യേക സ്ഥലത്തുമ്പോ ഓടുകയാണോ നടക്കുകയാണോ എന്നറിയാത്ത വിധത്തിലുള്ള ഒരു നടത്താണത്. പുരുഷന്മാരെ നടന്നാൽ മതിക്കും. അങ്ങനെ സ്ത്രീകൾ ഓടണ്ട, അവർക്ക് വേണ്ടി അന്നേരമാണ് ഓടിയിരിക്കുന്നത്. ആ ഓട്ടം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് നല്ല പരിചയമുള്ള ഒരു ഓട്ടമാണത്. നടക്കുകയാണോന്ന് വെച്ചാൽ നടക്കല്ല, ഓടുകയാണോന്ന് വെച്ചാൽ ഓടുകയല്ല. നമുക്ക് നല്ല പരിചയമുണ്ടത്. എവിടെ പരിചയം എന്നറിയോ? കുഞ്ഞിന്റെ തൊട്ടിലിനും കഞ്ഞിക്കലത്തിനും ഇടയിൽ ഉമ്മ ഓടിയ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടമാണ്. കുട്ടി ഉണ്ടാവും തൊട്ടിൽ കിടക്കണ. ഷഹബാസ് പറഞ്ഞതാണ്. അദ്ദേഹം ഉംറയ്ക്ക് പോയി വന്നത്. പട്ടുകാരൻ ഷഹബാസ് പറഞ്ഞതാണ്, ഞാൻ ആ ഓട്ടമാണോ നടത്താണോ എന്ന് എനിക്ക് സംശയകരമായ ആ നടത്തം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുഞ്ഞിന്റെ തൊട്ടിലിനും കഞ്ഞിക്കലത്തിനും ഇടയിൽ ഉമ്മ ഓടിയ ഒരു ഓട്ടം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഓട്ടത്തിന്റെ അർത്ഥം മനസ്സിലായത് എന്ന് പറയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളാണ് ഉമ്മ, അല്ല? ഉമ്മ എന്ന് പറയുന്ന ആ പേര് തന്നെ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക്. അങ്ങനെ ഒരു ഉമ്മ നമ്മുടെ കൂടെ ഉള്ള ആള്. ഉമ്മയെ കുറിച്ച് എന്തൊക്കെ മഹത്വമാണോ നമ്മുടെ മനസ്സിൽ ഓർമ്മയായും സ്മൃതികളായും വാക്കായും ബാക്കി നിൽക്കുന്ന, അതിനൊക്കെ അർഹതയുള്ള ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളത്. എന്റെ ഉമ്മ 2013 മരണപ്പെട്ടത്. ഉമ്മ കുറെ ദിവസം ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഉമ്മ മരിച്ച ദിവസം അത്ര വലിയൊരു സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു മരണമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസമാണ് അതിന്റെ സങ്കടവും വല്ലാത്ത ഏകാന്തതയും ഒക്കെ അന്വേഷിച്ചത്. രാത്രി കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉമ്മാന്റെ മുഖം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഉണർന്നിരുന്നിട്ട് ആകെ ചെയ്യാവുന്ന കാര്യം ഒന്നെങ്കിലും നമ്മുടെ സങ്കടം ആരോടെങ്കിലും പറയാം, അല്ലെങ്കിൽ ആ സങ്കടം ഇങ്ങനെ എഴുതി വെക്കാം. അതിങ്ങനെ എഴുതി വെച്ചപ്പോ അതിന് കവിത പോലെ കുറച്ച് വരികളായി മാറി. അതിങ്ങനെ എഴുതും: ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവളും ഉമ്മയാണല്ലോ. അവക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദനയുണ്ട്, കാരണം അവളും ഉമ്മയാണ്. ഒരു ഇണയായി പഠിച്ചുന്ന ഒരാളെ തരിക എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ കാര്യമല്ല. പഠിച്ചവൻ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആയ പഠിച്ചവൻ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ആളും നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റൂമിൽ വിവാഹത്തെ കുറിച്ച് പറയുന്ന ആയത്ത് തുടങ്ങുന്നത് വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല, പഠിച്ചവനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അതാണ് വമിൻ ആയാത്തി, അല്ലെ? വമിൻ ആയാത്തി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും. നമ്മളെല്ലാ നിക്കാഹ് പ്രസംഗങ്ങളിലും കേൾക്കുന്ന ആയത്താണ്. കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ പറഞ്ഞു തുടങ്ങുന്നത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. പഠിച്ചവന്റെ തീരുമാനമാണത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള മനുഷ്യന് അള്ളാഹ് തന്നതാണ് നമുക്ക്. ആകാശ ലോകങ്ങളിൽ നിന്നുള്ള തീരുമാനമാണ്. കോടാനുകോടി പുരുഷ ബീജങ്ങളിൽ നിന്ന് ഏത് ബീജമാണ് മാതാവിന്റെ അണ്ടവുമായി സംയോജിക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് ഏത് പഠിച്ചവനാണോ അതേ പഠിച്ചവനാണ്
കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഈ ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പഠിച്ചോ പെർഫെക്റ്റ് ആണെങ്കിൽ ആ പെർഫെക്ഷൻ പഠിച്ചോന്റെ തീരുമാനങ്ങളിലുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഖുർആൻ പറയുന്നത് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അല്ലാത്ത വാക്കാണത്. നിക്കാഹ് ഖുതുബകളിലൊക്കെ ഏറ്റവും കൂടുതൽ വിശദീകരിക്കേണ്ട ഭാഗം അതാണ്. എന്താ പറയുന്നതെന്ന് അറിയോ? മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ നാം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ പറയേണ്ട കാര്യം ശരിക്കില്ല. നിങ്ങൾക്ക് നാം ഇണകളെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മനുഷ്യൻ തന്നെയാണ് നമുക്ക് ഇണ. എന്നിട്ടും ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു നിങ്ങൾക്ക് നാം തന്നത് ഒരു മനുഷ്യനായ ഇണയെയാണ്. എന്നെന്തിനാവും പറഞ്ഞത്? ഇതൊരു മനുഷ്യനാണ് എന്ന് നമ്മളോട് പറയാനാണ്. നമ്മളെ പോലെ വിശക്കുകയും ദാഹിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന, ചിലപ്പോൾ മടി കാണിക്കുന്ന സ്വഭാവങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഹോർമോണിലെ വ്യത്യാസത്തിനനുസരിച്ച് സ്വഭാവത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു അസാധാരണത്വം ഇല്ല. കാരണം അയാൾ മനുഷ്യനായിട്ട് സ്വീകരിക്കണം. അതാണ് മിൻ അൻഫുസിക്കും അസ്വാജ. നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഇരിക്കുന്നത്. നമ്മുടെ ഭരണാധികാരിക്ക് അയാളുടെ കുടുംബജീവിതം ഭദ്രമല്ല, സുഖകരമല്ല എങ്കിൽ അയാൾക്ക് ഭംഗിയായിട്ട് ഭരിക്കാൻ കഴിയും. ലോകത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നടക്കൂല. അതുകൊണ്ടാണ് ഖുർആൻ അത്രയേറെ ശ്രദ്ധയിൽ ആ കാര്യം ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങളുടെ കുടുംബജീവിതം ഹാപ്പി ആവാൻ, ഹാപ്പിനെസ് നിലനിൽക്കാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നതാണ്. അതിനുള്ള വഴികളെല്ലാം മനോഹരമായി ആവിഷ്കരിച്ചു ഒരു മഹത്തായ ജീവിതം വെളിച്ചമായി കടന്നുപോയത് അതുകൊണ്ടാണ്. അതാണ് ഹബീബായ ഹാപ്പിനെസ്. അവസാന നിമിഷം ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വഫാത്താകുന്ന സമയത്ത്, അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി അവരുടെ അടുത്ത് ഇങ്ങനെ കണ്ണീർ അണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണീർ ഇങ്ങനെ തുടച്ചിട്ട് കണ്ണിൽ തൊട്ടുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ പോയാല് എന്റെ റസൂലിന് ഇനി ആരാണ് ഉണ്ടാവുക? കാരണം എന്താ പറയുന്നത്? ആരും ഇല്ലാന്നുള്ളത്. വേറെ ആരുമില്ല. ഉമ്മല്ല, അനിയത്തില്ല, അത്താത്തല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പങ്കുവയ്ക്കുന്ന ആളുകളല്ലേ അതൊക്കെ. നമുക്കിങ്ങനെ നമ്മളാകുന്നത് നമ്മുടെ സങ്കടങ്ങൾ കാണാം. ഒരു മനുഷ്യൻ റിയൽ ആകുന്നത് അയാളുടെ സങ്കടങ്ങളില്ല. ബാക്കിയുള്ളതൊക്കെ വെറും പെരിഫറലായ കാര്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ റിയൽ ആകുന്നത് അയാളുടെ സങ്കടങ്ങളില്ല. അങ്ങനെ നമുക്ക് റിയൽ ആകാൻ പറ്റിയ കുറച്ച് മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ? അത് കൂടുതൽ സ്ത്രീകളായിരിക്കും. ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഒരു പെണ്ണിനെ കഴിയുള്ളൂ എന്ന് പറയുന്നത്, ഒരു പുരുഷനെ മനസ്സിലാക്കാനും ഒരു പെണ്ണിനെ കഴിയുള്ളൂ. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണിലിങ്ങനെ തൊട്ടിട്ടാ പറയണം, ഞാൻ പോയാലും എന്റെ റസൂലിന് പിന്നെ ആരാളുള്ളത്? റസൂലുള്ളാഹി ഇങ്ങനെ വഫാത്താകുന്ന സമയത്താണ് റസൂലുള്ളാഹി പല്ല് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയെ. അപ്പൊ അവരുടെ ഈ അറാഖിന്റെ പുള്ളി കൊണ്ടാണല്ലോ അവര് പല്ല് തേക്കുക. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആ പുള്ളി എടുത്തിട്ട് ഇങ്ങനെ വായില് ചവച്ച് അതിങ്ങനെ പരുവപ്പെടുത്തിയിട്ട് റസൂലിന് പല്ലിങ്ങനെ തേച്ചു കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്റെ ഉമ്മിനീരും എന്റെ പ്രിയപ്പെട്ടവന്റെ ഉമ്മിനീരും കൂടി ചെയ്യുന്നതാണ്.